അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പാർട്ട് 2 ടാക്ടിക്കൽ അനാലിസിസിൻ്റെ പാർട്ട് 2 ആണ്. അപ്പോൾ ആൽഫബറ്റിക്കൽ ഓർഡർ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വരുന്നത് ചെൽസിയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഒരു സീസണിൽ കഴിഞ്ഞ സീസണിലും ചെൽസി ആയിരുന്നു വൺ ഓഫ് ദ എക്സൈറ്റിംഗ് ടീം എന്ന് പറഞ്ഞ്. അതുപോലെ ഈ സീസണിലും ഒരുപാട് പ്ലെയേഴ്സിനെ ഒഴിവാക്കി പുതിയ പുതിയ യങ് പ്ലെയേഴ്സിനെ കൊണ്ടുവന്നു, നല്ല എക്സൈറ്റിംഗ് ആയിട്ടുള്ള പ്ലെയേഴ്സിനെ കൊണ്ടുവന്നു. അപ്പം ഈ സീസണിലും ചെൽസി ഒരു എക്സൈറ്റിംഗ് ടീമാണ്. അപ്പോൾ നമുക്ക് നോക്കാം മരസ്ക എങ്ങനെയായിരിക്കും ടീമിനെ ഈ ഒരു വരുന്ന പ്രീമിയർ ലീഗിൽ എങ്ങനെയായിരിക്കും ടീമിനെ അണിനിരുത്തുന്നത് നോക്കാം. ചെൽസിയിൽ നോക്കുമ്പോൾ ഒരുപാട് പ്ലെയേഴ്സ് ഇനി പുറത്തു പോകാനുണ്ട്. അതുകൂടാതെ 2 പ്ലെയേഴ്സ് വരാനുമുണ്ട്, ഗർനാച്ചോവും സിമൻസും. അപ്പോൾ അവർ രണ്ടും മിക്കവാറും ചെൽസിയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ ചിൽവെൽ ആയാലും എൻകൂക്കു ആയാലും സ്റ്റെർലിംഗ് ആയാലും അവരെല്ലാം പിടിച്ച് പുറത്താക്കാനുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് പേരെ മാത്രമേ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. വരാൻ പോകുന്നവരെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. അവർ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പോൾ പ്ലെയേഴ്സൊക്കെ എക്സ്ചേഞ്ച് ആയി പോകാമായിരിക്കും സ്റ്റാർട്ടിങ് 11-ന്. അപ്പോൾ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പ്ലെയേഴ്സിൻ്റെ ഒരു സ്ക്വാഡ് ഡെപ്ത് ഞാനിപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്ക്വാഡ് ഡെപ്ത് എന്ന് പറയുന്നത്. അതിൽ കുറച്ച് പേര് നമ്മൾ ലെഫ്റ്റിൽ നോക്കിയാൽ ചിൽവെൽ പോവും, അതുകൂടാതെ സ്റ്റെർലിംഗ് പോവും, എൻകൂക്കു പോവും, അതുകൂടാതെ ബഡിയശീൽ പോകാൻ സാധ്യതയുണ്ട്, ദിസാസി പോകാൻ സാധ്യതയുണ്ട്. അവരൊക്കെ ചെൽസി വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവരെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഒരുപാട് പേരുണ്ട്, അവരെ ഞാൻ ഉൾപ്പെടുത്തിയില്ല. പക്ഷേ ബേസിക്കലി ഇതായിരിക്കും ചെൽസിയുടെ ഒരു സ്ക്വാഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതിൽ നിന്ന് ബാക്കിയുള്ളവരിലെടുത്ത് ബെഞ്ചിലേക്ക് ഇട്ടിട്ട് ഒരു സ്റ്റാർട്ടിങ് 11 എന്തായിരിക്കും എന്ന് നോക്കാം. അപ്പം ഇതായിരിക്കും ഏകദേശം ഒരു ചെൽസിയുടെ സ്റ്റാർട്ടിങ് 11. ഇതിൽ കുറച്ച് പേരെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം ലെഫ്റ്റ് ബാക്ക് കോൾവിൽ അവരെ മെയിൻ പ്ലെയറാണ്. പക്ഷേ പുള്ളിക്കാരന് ACL പരിക്ക് പറ്റിയതുകൊണ്ട് ഈ സീസണിൽ ഏകദേശം ഒരു 3/4 ഭാഗം മത്സരത്തോളം നഷ്ടപ്പെടും. ഇപ്പം ചലോബ യൂഷ്വലി റൈറ്റ് സെൻറ്റർ ബാക്കാണ് കളിക്കൽ. പക്ഷെ അവിടെ ചലോബക്ക് ഇപ്പം കോൾവിലിന് പരിക്ക് പറ്റിയതുകൊണ്ട് കഴിഞ്ഞ മത്സരത്തിൽ AC മിലാനുള്ള മത്സരത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, ചലോബനെ പിടിച്ച് ലെഫ്റ്റ് സെൻറ്റർ ബാക്കും അതേപോലെ ടോസിനെ പിടിച്ച് റൈറ്റ് സെൻറ്റർ ബാക്കാണ് കളിപ്പിച്ചത്. അപ്പം ബേസിക്കലി ഇതായിരിക്കും ചെൽസിയുടെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ സ്റ്റാർട്ടിങ് 11 എന്ന് പറഞ്ഞാൽ. നമ്മൾ ക്ലബ്ബ് വേൾഡ് കപ്പിൽ കണ്ടിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ് 11. അതുകൂടാതെ പ്ലെയേഴ്സിൻ്റെ പൊസിഷനും കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. എസ്പെഷ്യലി ജെയിംസ്, ഇപ്പോൾ റീസ് ജെയിംസിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ അധിക പൊസിഷനിലും ചങ്ങായി മിഡ്ഫീൽഡാണ് കഴിഞ്ഞത്, പ്രത്യേകിച്ച് PSG ഫൈനലിൽ. അപ്പോൾ PSG ഫൈനലിൽ റീസ് ജെയിംസിനെ മിഡ്ഫീൽഡ് കളിപ്പിക്കാൻ തന്നെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ PSG മിഡ്ഫീൽഡ് നമുക്ക് എല്ലാവർക്കും അറിയാം, നല്ല ഇപ്പോൾ യൂറോപ്പിലെ വൺ ഓഫ് ദ ബെസ്റ്റ് മിഡ്ഫീൽഡാണ്. അപ്പോൾ അവർക്ക് അധികം പന്ത് കൊടുത്തു കഴിഞ്ഞാൽ പളി പാളും എന്നുള്ളൊരു അവസ്ഥ എല്ലാവർക്കും അറിയുന്നതാണ്. അതുകൊണ്ട് മരസ്ക റീസ് ജെയിംസിനെ മിഡ്ഫീൽഡിൽ കളിപ്പിക്കാനുള്ളൊരു വൺ ഓഫ് ദ റീസൺ ആണ് അത്. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലെയർ മിഡ്ഫീൽഡ് ഉണ്ടെങ്കിൽ എല്ലായിടത്തും ഓടിക്കളിച്ച് ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള പ്രസൻസ് ഉണ്ടാക്കിയെടുക്കുക. അത് ഫൈനലിൽ പുള്ളിക്കാരൻ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫൈനലിൽ കണ്ടവരാണെങ്കിൽ മനസ്സിലാവും, റീസ് ജെയിംസ് അതായത് മിഡ്ഫീൽഡ്, ആ സെൻട്രൽ മിഡ്ഫീൽഡ് എല്ലായിടത്തും പോയി പന്ത് വാങ്ങി കളിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതുകൂടാതെ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ക്ലബ്ബ് വേൾഡ് കപ്പിൽ പാമർ അധിക മത്സരം തുടങ്ങിയത് റൈറ്റ് വിങ്ങിലും നെറ്റോ ലെഫ്റ്റ് വിങ്ങിലുമായിരുന്നു. പിന്നെ പെഡ്രോ അല്ലെങ്കിൽ ഡെലാപ്പ് സ്ട്രൈക്കർ പൊസിഷനിലും. പക്ഷേ പ്രീമിയർ ലീഗിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് മിക്കവാറും ഉണ്ടാവാൻ സാധ്യതയില്ല. ആ ഒരു ഫോർമേഷൻ മിക്കവാറും മരസ്ക ചേഞ്ച് ചെയ്യും. കഴിഞ്ഞ സീസണിൽ ഫോളോ ചെയ്ത ഒരു ഫോർമേഷൻ ആയിരിക്കും ഈ വരാൻ പോകുന്ന ഒരു സീസണിലും മരസ്ക ഫോളോ ചെയ്യൽ മിക്കവാറും. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് പാമറാണ് ഈ ടീമിൻ്റെ നട്ടെല്ല് അല്ലെങ്കിൽ എൻജിൻ അല്ലെങ്കിൽ ഹാർട്ട് എന്നൊക്കെ പറയുന്നത് പാമറാണ്. അതുകൂടാതെ റൈറ്റ് വിങ്ങിൽ പ്രത്യേകിച്ച് കളിപ്പിക്കാൻ പാമറെ കളിപ്പിച്ചില്ലെങ്കിൽ റൈറ്റ് വിങ്ങിൽ കളിപ്പിക്കാൻ വേറെ പ്ലെയേഴ്സ് കുറവാണ്. എസ്പെഷ്യലി ഇപ്പം പുതിയ വന്ന എസ്തവാവോ വില്യൻ ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല 18 വയസ്സുള്ള ചെറുക്കനെ പിടിച്ച് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഫസ്റ്റ് 11-ൽ കളിപ്പിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. എക്സ്പീരിയൻസ് ആകുന്നത് വരെ ഒരു പക്ഷേ ബെഞ്ചിലിരുത്തി സബ് ആയിരിക്കും മിക്കവാറും കളിപ്പിക്കൽ. അപ്പോൾ പെഡ്രോ നെറ്റോ ഈ ഒരു റൈറ്റ് വിങ്ങിൽ കളിച്ച പരിചയമുണ്ട്. അപ്പോൾ നമുക്ക് ജാമി ഗിറ്റൻസിനെ പിടിച്ച് റൈറ്റ് വിങ്ങിൽ കളിപ്പിക്കാൻ പറ്റില്ല. പുള്ളിക്കാരൻ ഒരു പ്രോപ്പർ ലെഫ്റ്റ് വിങ് പ്ലെയറാണ്. അപ്പോൾ അതുകൊണ്ട് ജാമി ഗിറ്റൻസ് അവിടെ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ഒരു പക്ഷേ സാവി സിമൻസ് വന്നു കഴിഞ്ഞാൽ ചെൽസിയിലേക്ക് ജാമി ഗിറ്റൻസും സാവി സിമൻസും ആ ഒരു സ്റ്റാർട്ടിങ് പൊസിഷന് വേണ്ടിയിട്ട് മത്സരിക്കേണ്ടി വരും. പക്ഷെ എനിക്ക് തോന്നുന്നില്ല, ഒരു പക്ഷേ ചെറിയൊരു സ്ലൈറ്റ് അഡ്വാൻറ്റേജ് സാവി സിമൻസിനായിരിക്കും. അപ്പം സാവി സിമൻസ് വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഗർനാച്ചോ വന്നു കഴിഞ്ഞാൽ
എവിടെ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതൊരു ഡൗട്ടാണ്. അപ്പം പുള്ളിക്കാരൻ സ്റ്റാർട്ട് ചെയ്യുമോ അല്ല സബ് ആയിരിക്കുമോ എന്നുള്ളത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കണ്ടറിയാം. അപ്പം ഇതാണ് ബേസിക്കലി ചെൽസിയുടെ സ്റ്റാർട്ടിങ് 11 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ജെയിംസ് അധികം റൈറ്റ് ആണെങ്കിലും പുള്ളിക്കാരൻ ഇങ്ങനെ കയറി കളിക്കുന്നത് കൂടാതെ നമ്മൾ കണ്ടിട്ടുണ്ട് അധിക മത്സരത്തിലും ചങ്ങായി ബോൾ വാങ്ങിയിട്ട് മിഡ്ഫീൽഡിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു പൊസിഷനിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ് ജെയിംസ്. അതുകൂടാതെ ഇങ്ങനെയും കളിക്കാറുണ്ട്, പക്ഷെ അധികം ഇപ്പം ഈ ഒരു അടുത്ത കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് എന്ന് പറയുമ്പോൾ ജെയിംസ് എന്താണ് ഒരു ഫ്രീ ആയിട്ട് ഇങ്ങനെ ഒരു ഫ്രീ ഫ്ലോയിൽ കളിക്കുന്ന ഒരു പ്ലെയർ ആയിട്ടാണ് ജെയിംസ് നമ്മൾ കാണുന്നത്. ചങ്ങായിരെ പരിക്ക് ഒരു ബുദ്ധിമുട്ടാണ്, എപ്പം പരിക്ക് പറ്റുമെന്ന് പറയാൻ പറ്റാത്തൊരു പ്ലെയറാണ്. അപ്പം ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ പാമർ ആണ് ചെൽസിയുടെ മെയിൻ സ്രോതസ് എന്ന് പറയുന്നത്. ഈ ഒരു എല്ലാ ഭാഗത്തേക്കും പാമറിൻ്റെ അസിസ്റ്റ് കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പാമർ ഏറ്റവും കൂടുതൽ ആദ്യത്തെ ഒരു ഫസ്റ്റ് ഹാഫിൽ ലീഗിൽ ആദ്യത്തെ ഫസ്റ്റ് ഹാഫിൽ പാമർ വഴി ഗോളും അസിസ്റ്റ് ഒരുപാട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ചെൽസിയുടെ വിജയ ശതമാനം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈ ആയിരുന്നു. അതിനുശേഷം സെക്കൻഡ് ഹാഫ് വന്ന സമയത്ത് പാമർക്ക് ചില മത്സരങ്ങൾ തിളങ്ങാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ ചെൽസിക്ക് ഫ്രണ്ടിൽ നിന്ന് ഗോള് കിട്ടിയിട്ടുണ്ടായില്ല. അത് ചെൽസിയുടെ ഒരു ഭയങ്കര ഡിസഡ്വാൻറ്റേജ് ആയിരുന്നു. അതുകൊണ്ടാണ് ഇപ്രാവശ്യം അവർ പെഡ്രോനെയും അതുകൂടാതെ ഡെലാപ്പിനെയും വാങ്ങിയത്. അപ്പം ഈ ഒരു വേൾഡ് കപ്പിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പെഡ്രോ ഡെലാപ്പ് എത്രമാത്രം എന്തുകൊണ്ട് തിളങ്ങാൻ പറ്റുന്ന സ്ട്രൈക്കറാണെന്ന്, എത്രമാത്രം ഒരു കഴിവില്ല സ്ട്രൈക്കേഴ്സാണ്. എസ്പെഷ്യലി പെഡ്രോ ഇപ്പം നല്ല കട്ട ഫോമിലാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പെഡ്രോനെ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചത്. മിക്കവാറും പെഡ്രോ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യൽ, ഡെലാപ്പ് സബ് ആയിരിക്കും. അപ്പം പാമറിൻ്റെ ആ ഫ്രണ്ടിൽ മിഡ്ഫീൽഡിലും അറ്റാക്കേഴ്സുമായിട്ടുള്ള ഒരു ട്രയാങ്കിള് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ഈ ഒരു പാമർ കസേഡോ ഫെർണാണ്ടസ് ട്രയാങ്കിള്, അതുകൂടാതെ പാമർ ഫെർണാണ്ടസ് നെറ്റോ എന്നുള്ളൊരു ട്രയാങ്കിള്, അതുകൂടാതെ പാമർ പെഡ്രോ ജാവോ പെഡ്രോ ആൻഡ് പെഡ്രോ നെറ്റോ ഈ ഒരു ട്രയാങ്കിള്, അതുകൂടാതെ പാമർ ജാവോ പെഡ്രോ ജാമി ഗിറ്റൻസ് ഈ ഒരു ട്രയാങ്കിൾ. അപ്പം ചെൽസിയുടെ എല്ലാം ഹാർട്ട് ആൻഡ് സോൾ എന്ന് പറയുന്ന പാമറാണ്. അപ്പം നമുക്ക് മനസ്സിലായി ഈ ഒരു ഷേപ്പിൽ അപ്പം എല്ലാത്തിലും ട്രയാങ്കിൾ രൂപപ്പെട്ടിരിക്കുന്നത് പാമർ വെച്ചിട്ടാണ്. അപ്പം പാമറാണ് എല്ലാവരെയും കൂടിയിട്ട് എന്താ പറയണ്ടത് ഒരുമിപ്പിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. സൂപ്പർ സ്റ്റാർ, ചെൽസി ടീമിൻ്റെ സൂപ്പർ സ്റ്റാറാണ് പുള്ളിക്കാരൻ. ഈ വരുന്ന സീസൺ ആയാലും ഇനി വരാൻ പോകുന്ന സീസൺ ആയാലും മെജോറിറ്റി എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് പാമറിലാണ്. പിന്നെ പുതുതായിട്ട് വന്ന പ്ലെയേഴ്സൊക്കെ നല്ല കാലിബറുള്ള പ്ലെയേഴ്സാണ്. അപ്പോൾ അവർ എത്രമാത്രം പ്രീമിയർ ലീഗുമായിട്ട് പൊരുത്തപ്പെടുമെന്ന് നമുക്ക് വരുന്ന സമയത്ത് മാത്രമേ കാണാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പോൾ നമുക്ക് നോക്കാം അവരെങ്ങനെയായിരിക്കും മരസ്ക മോൾഡ് ചെയ്തെടുക്കലെന്ന്. അപ്പോൾ അത് കൂടാതെ ജാമി ഗിറ്റൻസ് നമ്മൾ ഡോട്ട്മുണ്ടിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ നല്ല സ്പീഡിലുള്ള പ്ലെയറാണ്. അപ്പോൾ ഈ ഒരു ലെഫ്റ്റ് വിങ്ങിൽ ഇവിടെ നിന്ന് കയറി വന്ന് ഗോൾ അടിക്കാൻ കഴിവുള്ള ഒരു പ്ലെയറാണ് ജാമി ഗിറ്റൻസ്. അപ്പം ചെങ്ങായിരെ ഒരു എന്താ പറയണ്ടത് പ്രീമിയർ ലീഗിൽ വന്നതിന് ശേഷം എങ്ങനെയായിരിക്കും ആ ഒരു ബൊറൂസിയ ഡോട്ട്മുണ്ടിൽ കളിച്ച അതേപോലത്തെ ഒരു എഫക്റ്റ് പ്രീമിയർ ലീഗിൽ കൊടുക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കിക്കാണേണ്ട ഒരു സംഭവമാണ്. പിന്നെ പറയാനുള്ളത് നമ്മളെ ഫെർണാണ്ടസ് ആൻഡ് കൈസേഡോ ഈ ഒരു കോംബോ മിക്കവാറും ചേഞ്ച് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒരു പക്ഷേ പാമർക്ക് അഥവാ പരിക്ക് പറ്റി കളിക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു ഫോർമേഷനിൽ ജെയിംസിനെ പിടിച്ച് സെൻറ്ററിലേക്ക് കൊണ്ടുവരും. അതിനുശേഷം ഇവിടെ മാലോ ഗുസ്തോന റൈറ്റ് വിങ് കളിപ്പിക്കും. പാമറ ഒബ്വിയസ്ലി ആബ്സെൻ്റ് ആയിരിക്കും. അതല്ലാതെ ഈ ഒരു ഫോർമേഷനിൽ മിക്കവാറും മാറാൻ സാധ്യതയില്ല. പിന്നെ ഇവിടെ വരാനുള്ളത് കൈസോഡോക്ക് പകരം പിന്നെ വരാനുള്ളത് ലാവി ആയിരിക്കും. ഇവിടെ ഫെർണാണ്ടസിന് പകരം എസൂഗോ പേര് കുറച്ച് ഡിഫിക്കൽട്ട് പറയാം. അപ്പോൾ എസൂഗോ ആയിരിക്കും. അപ്പം ഈ ഒരു പൊസിഷൻ ആയിരിക്കും മിക്കവാറും ചെൽസി അടുത്ത ഒരു സീസണിൽ നടത്താൻ വേണ്ടി പോകുന്നത്. കുക്കറേനെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ കാരണം കഴിഞ്ഞ സീസണിൽ ഏറ്റവും കൂടുതൽ തിളങ്ങിയ ഒരു പ്ലെയറാണ് ചെൽസിയിലെ കുക്കറേയ. അപ്പം
ആ ഒരു എക്സ്പീരിയൻസും പിന്നെ ഒരു പെർഫോമൻസും വെച്ച് കുക്കറേയ ഓവർ ഹാത്തോക്ക് ലെഫ്റ്റ് ബാക്കും കളിക്കാം, ലെഫ്റ്റ് സെൻറ്റർ ബാക്കും കളിക്കാൻ പറ്റിയ ഒരു യൂട്ടിലിറ്റി പ്ലെയറാണ് ഹാത്തോ. അപ്പം മിക്കവാറും കുക്കറേയ തന്നെ ആയിരിക്കും ലെഫ്റ്റ് ബാക്കിൽ സ്റ്റാർട്ട് ചെയ്യൽ. ഹാത്തോ മേ ബി ഫസ്റ്റ് 11 സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യത കുറവാണ്. എക്സ്പീരിയൻസ് ആ പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് കിട്ടുന്നത് വരെ ഹാത്തോ ആയാലും എസ്തവാവോ ആയാലും അവരെല്ലാം ഒരു ഫസ്റ്റ് 11 സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. ജാമി ഗിറ്റൻസ് ഇവിടെ നമുക്ക് വേറെ പ്ലെയറെ ഇറക്കാനില്ലാത്തത് കൊണ്ടാണ് ചങ്ങായി മേ ബി മിക്കവാറും ഫസ്റ്റ് 11 സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നെറ്റോ അധികം കളിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ, പക്ഷേ ഈ ഒരു ഫോർമേഷനിൽ നെറ്റോ റൈറ്റ് വിങ്ങിൽ മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പൊസിഷനിൽ സ്റ്റെർലിങ്ങിനെ കളിപ്പിക്കാൻ വേണ്ടി പറ്റില്ല. സ്റ്റെർലിങ് പുറത്തേക്ക് പോകാനും വയസ്സായി, എന്തായാലും അത്ര ഫോമിലല്ല, ചങ്ങനെ കളിപ്പിക്കുകയും ചെയ്യില്ല. അപ്പോൾ ഇവിടെ ജാമി ഗിറ്റൻസ്. അപ്പം ഇതായിരിക്കും ചെൽസിയുടെ ഒരു ഫോർമേഷൻ എന്ന് പറയുന്നത് അടുത്ത സീസണിൽ. അപ്പം ഇതിൻ്റെ എല്ലാം ഹേർട്ട് ആൻഡ് സോൾ എന്ന് പറയുന്നത് പാമറാണ്. ഇതിൻ്റെ എല്ലാം ഹേർട്ട് ആൻഡ് സോൾ എന്ന് പറയുന്നത്. പാമർക്ക് ബോൾ കൊടുക്കുക, പാമർ ക്രിയേറ്റീവായിട്ട് അസിസ്റ്റ് അല്ലെങ്കിൽ ഗോൾ. ഇപ്പം കഴിഞ്ഞ സീസണിൽ അവർക്ക് ഗോളിന് കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു, സ്ട്രൈക്കർ അത്ര ഫോമിലല്ലാത്തതുകൊണ്ട്. ഇപ്പോൾ പെഡ്രോവും ഡെലാപ്പും നല്ല സ്ട്രൈക്കറാണ്. അപ്പം ഈ സീസണിൽ മിക്കവാറും പാമറിന് ഗോൾ അടിച്ച് കൂട്ടേണ്ട ആ ഒരു തലവേദന അല്ലെങ്കിൽ അതൊന്ന് കുറച്ച് കുറഞ്ഞ് കിട്ടും. മിക്കവാറും പെഡ്രോ കുറച്ച് ഗോൾ അടിച്ച് കയറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം, ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളെ ഒരു രീതിയിൽ ഇതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു 11 എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായും രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്തെങ്കിലും ഒരു ഫോർമേഷനിൽ ട്വീക്കോ അല്ലെങ്കിൽ 11 ഒരു ഫോർമേഷൻ തന്നെ ചേഞ്ച് ഉണ്ടെങ്കിലും അതും കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.